ബ്രോമാൻസ്. പണ്ട് കാലത്തൊക്കെ തിയേറ്ററിൽ 5 ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു തറ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ലൈഫിൽ 2 മണിക്കൂർ 18 മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ്ങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച്. കോക്കൊക്കെ അതിനകത്തായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നത് അന്ന്. അതായത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ബാൽക്കണിക്കാരെല്ലാം ഇരുത്തിയതിനു ശേഷം ആണ് ഏറ്റവും അവസാനമാണ് 5 ടിക്കറ്റുകാരെ, തറ ടിക്കറ്റുകാരെ കയറ്റുന്നത്. അതുപോലത്തെ ഒരു വൈബ് പടം, അതുപോലത്തെ വൈബ് പടം. പ്രത്യേക മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആ 5 അപമാനിക്കും. അതായത് എല്ലാവരും അറിയണം, അവിടെ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കും. നമ്മളിങ്ങനെ 5 ടിക്കറ്റുകാരെല്ലാം ഇങ്ങനെ വരുന്നത് കാണും. അപ്പോൾ ഒരു പ്രത്യേക അപമാനിക്കലാണ് ആ സമയത്ത് തിയേറ്ററിൽ അനുഭവപ്പെട്ടത്. സ്ക്രിപ്റ്റൊക്കെ ഒന്നുമില്ല, അത് അവിടെ ഉണ്ട്, സാധനമുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറിയും. കോക്കൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ കോക്ക് ഇതൊന്നും അറിയുന്നില്ല. കാരണം കോക്ക് 2 അടിച്ചിട്ടാണ്, 2 പെഗൊക്കെ അടിച്ചിട്ടാണ് കോക്ക് തിയേറ്ററിലോട്ട് കയറുന്നത്. അപ്പോൾ 5 ടിക്കറ്റാണോ, ലൈറ്റ് ഇട്ട് അപമാനിക്കുന്നുണ്ടോ, മ്യൂസിക് ഇടുന്നുണ്ടോ, ഇതൊന്നും കോക്ക് അറിയുന്നില്ല. കോക്കിൻ്റെ ഒരു പ്രത്യേക വൈബിലാണ് കോക്ക് സിനിമ കാണുന്നത്. കോക്കിന് തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക, പിടിച്ചിരുത്തുക, സീൻ ബൈ സീൻ, സീൻ ആഫ്റ്റർ സീൻ, അതുപോലത്തെ ഇളക്കി മറിക്കുന്ന പരിപാടി. കോക്കിന് അടിപൊളി ഇടി വെടിക്കെട്ട് സാധനങ്ങളൊക്കെ ആയിരിക്കണം വേണ്ടത്. നല്ല മനോഹരമായ വിഷ്വൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസിക്കൽ സാധനങ്ങളൊന്നും കോക്കിന് അറിയില്ല. ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ബ്രോമാൻസ്. പക്ഷേ കോക്കിനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി കോക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫർദൻ്റെ ഒക്കെ സിനിമ ആസ്വദിച്ച് കാണുന്ന വ്യക്തിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് കോക്ക് പറയാറുണ്ട്. മാത്യു തോമസിൻ്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിൻ്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞത് പ്രിയദർശൻ പടങ്ങളിൽ പോലെ. കാരണം മറ്റേത് മനസ്സിലാവരുതല്ലോ. അതായത് ഇപ്പം ഒരു രാഷ്ട്രീയ നേതാക്കളൊക്കെ പഴയ കാലത്ത് പറഞ്ഞു കേട്ടില്ലേ, 48 എന്താണ് സംഭവിച്ചത്, 96 എന്താണ് സംഭവിച്ചത്, ഇദ്ദേഹത്തിനൊന്നും അറിയത്തില്ല. പക്ഷെ കേട്ടിരിക്കുന്ന ജനങ്ങൾ വിചാരിക്കും, പുള്ളിക്ക് എല്ലാം അറിയാം, പുലിയാണ്, അരിച്ച് ഗുണിച്ച് ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ കോക്ക് ഇങ്ങനെ അങ്ങ് പറയും. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ, മറ്റേ സിനിമ, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ ആസ്വദിക്കുന്നുണ്ട്, അപ്പം ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ ശരിക്കുള്ള കോക്ക് എന്താണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ, അതായത് സീനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക. മാത്യു തോമസ് ഒക്കെ പണ്ടത്തെ പ്രിയദർശൻ പടത്തിൽ മോഹൻലാലും മുകേഷും ഒക്കെ ചെയ്യുന്ന പോലെ അത്ര പെർഫോമൻസ് ആണ്. അതുപോലുള്ള മീറ്റർ പിടിച്ചാണ് പോയിരിക്കുന്നത്.